BLM കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. സംസ്ഥാനത്തെ ഗതാഗത മേഖലയിൽ സുതാര്യതയും മികച്ച സേവനങ്ങളും ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി വിപുലമായ പദ്ധതികൾക്ക് രൂപം നൽകുകയാണ് സർക്കാർ. KSRTCയിലെ അടിസ്ഥാന സൗകര്യ വികസനത്തിലും ഡിജിറ്റൽ സംവിധാനങ്ങൾക്കു പുറമെ മോട്ടോർ വാഹന വകുപ്പിലും വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്നാണ് ഗതാഗത മന്ത്രി CP ജോൺ നിയമസഭയിൽ വ്യക്തമാക്കിയത്. നിലവിലെ പ്രിയദർശിനി സ്ത്രീ സൗജന്യ യാത്രാ പദ്ധതി വിജയകരമായി മുന്നേറുമ്പോൾ സിറ്റി ഫസ്റ്റ് സർവീസുകൾ മാത്രം സർവീസ് നടത്തുന്ന തിരുവനന്തപുരം നഗരത്തിലെ റൂട്ടുകളിൽ കൂടുതൽ ഓർഡിനറി സർവീസുകൾ ആരംഭിക്കുന്ന കാര്യം സർക്കാരിന്റെ സജീവ പരിഗണനയിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. യാത്രക്കാരുടെ സൗകര്യാർത്ഥം ഡിപ്പോകളുടെ നവീകരണവും പ്രവർത്തനവും വിലയിരുത്തുന്നതിനായി ജനപ്രതിനിധികളെ ഉൾപ്പെടുത്തി ട്രാൻസ്പോർട്ട് മാനേജ്മെന്റ് കമ്മിറ്റി രൂപീകരിക്കാനാണ് തീരുമാനം. കൂടാതെ തദ്ദേശ സ്വയംഭരണ വകുപ്പുമായി സഹകരിച്ച് ടേക്ക് എ ബ്രേക്ക് പദ്ധതികളും വിപുലമായി നടപ്പിലാക്കാനാണ് തീരുമാനം. യാത്രാ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി ബസ്സുകളിൽ ക്യാമറകളും ലൈവ് ട്രാക്കിംഗ് സംവിധാനവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാ ഡിപ്പോകളിലും പ്രവർത്തിക്കുന്ന ഫ്രണ്ട് ഓഫീസുകൾക്ക് പുറമെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കേന്ദ്രീകൃത കൺട്രോൾ റൂമും നിലവിൽ സജ്ജമാണെന്നാണ് മന്ത്രി അറിയിച്ചത്. KSRTCയുടെ വരുമാന വർധനവ് ലക്ഷ്യമിട്ട് ബസ് ബ്രാൻഡിങ്ങിനായി പുതിയ സംവിധാനവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. വൻകിട ഏജൻസികൾക്ക് പുറമെ സാധാരണക്കാരായ ഏതൊരു വ്യക്തികൾക്കും പരസ്യം നൽകാൻ കഴിയുന്ന വിധത്തിൽ റോളിംഗ് ആർട്സ് എന്ന പ്രത്യേക മൊബൈൽ ആപ്ലിക്കേഷൻ പ്രവർത്തനം ആരംഭിച്ചതായാണ് മന്ത്രി വ്യക്തമാക്കിയത്. അതേസമയം പ്രിയദർശിനി പദ്ധതി നടപ്പിലാക്കിയതിനു പിന്നാലെ സ്വകാര്യ ബസ് മേഖലയിൽ പ്രതിസന്ധി അനുദിനം രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ്. ബസ്സിലെ വരുമാനം കുറഞ്ഞതോടെ പല സ്വകാര്യ ബസ് തൊഴിലാളികളുടെയും വേതനം ഗണ്യമായി കുറച്ചിരിക്കുകയാണ്. ഡ്രൈവർമാർക്കും കണ്ടക്ടർമാർക്കും വേതനം 600 രൂപ മാത്രമാക്കിയതോടുകൂടി തൊഴിലാളികൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. ജൂലൈ 20 മുതൽ സെക്രട്ടേറിയറ്റ് പടിക്കൽ സമരം ആരംഭിക്കാനാണ് ബസ് ഉടമകളുടെ തീരുമാനം. എന്നാൽ ഇതിന്റെ ഗൗരവം അറിയാമെന്നും പ്രശ്നം പരിഹരിക്കുമെന്നാണ് ഗതാഗത മന്ത്രി CP ജോൺ അറിയിച്ചിരിക്കുന്നത്. സ്വകാര്യ ബസ്സുകൾ പുതിയ വരുമാന സ്രോതസ് നോക്കണമെന്നും KSRTC പരസ്യം ചെയ്യുന്നത് പോലെ അവർക്കും പരസ്യം നൽകാമെന്നുമാണ് മന്ത്രി വ്യക്തമാക്കിയ മറ്റൊരു കാര്യം. മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ രജിസ്റ്റേർഡ് സൊസൈറ്റി ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്.